ഹായ്, ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബയോടെക്നോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് ബയോടെക്നോളജി, അതിൻ്റെ ഡെഫിനിഷൻ എന്താ, യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി എന്തൊക്കെയാണ്, ഒരു ആർട്ടിഫിഷ്യൽ റീകോമ്പിനൻറ്റ് DNA എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഇതൊക്കെ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ റീകോമ്പിനൻറ്റ് DNA ഉണ്ടാക്കിയെടുത്ത സയൻറ്റിസ്റ്റുകളെ പറ്റി പറഞ്ഞു. അവരെന്താണ് ചെയ്തതെന്ന് നമ്മൾ ഇനിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടൂൾസാണ്. റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയുടെ ടൂൾസ്. അതിൽ ഒന്ന് രണ്ട് ടൂൾസ് മാത്രം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഇതിൽ എൻസൈംസിനെ പറ്റി പറയും, അതുപോലെ പാലിൻഡ്രോമിക് സീക്വൻസസ് ഓഫ് DNA പറയും. പിന്നെ എൻസൈംസിൽ തന്നെ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെയും ലിഗേസ് എൻസൈമിൻ്റെയും ആക്ടിവിറ്റിയെ പറ്റി പറയും. ഓക്കെ, സോ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി എന്ന് പറഞ്ഞാൽ it is a technology of joining together two different DNA strands isolated from different sources and is inserted into the body of a host organism to produce new genetic combinations. രണ്ട് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് എടുത്ത DNA കൂട്ടിച്ചേർത്ത് ഒരു rDNA ഉണ്ടാക്കി അതിനെ ഒരു ഹോസ്റ്റിൻ്റെ ബോഡിയിലേക്ക് കടത്തി ആ ഹോസ്റ്റിൻ്റെ ബോഡിക്കുള്ളിൽ ഉപകാരപ്രദമായ പല പ്രവർത്തനങ്ങൾ നടത്തുകയോ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ആ ടെക്നോളജി എന്ത് വിളിക്കാം? റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. മനുഷ്യന് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസിലും അഗ്രികൾച്ചറിൽ, മെഡിസിനിൽ ഒക്കെ പല പ്രോഡക്ട്സ് ഉണ്ടാക്കാനും പല പ്രോസസ്സുകൾ നടത്താനും rDNA ഉപയോഗിക്കാം. സോ rDNA എന്താണ്? rDNA എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റ് DNA അതിൻ്റേതല്ലാത്തൊരു സെഗ്മെൻറ്റ് കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ ആ മോഡിഫൈഡ് DNA ആണ് എന്ത് വിളിക്കുക? rDNA or recombinant DNA. A piece of DNA that has been created by the combination of at least one new segment. ഒന്ന് മാത്രമെന്നല്ല, ഒന്നിലധികം സെഗ്മെൻറ്റ്സ് ജോയിൻ ചെയ്യാം. ആവശ്യമെന്ന് തോന്നിയാൽ വേണ്ട നല്ല ഗുണങ്ങളുള്ള ജീൻ സെഗ്മെൻറ്റുകളെ നമുക്ക് മറ്റൊരു DNA കൂട്ടിച്ചേർക്കാം. അങ്ങനെ കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്ന DNA ആണ് റീകോമ്പിനൻറ്റ് DNA. ആ DNA ഉപയോഗിച്ച് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെങ്കിൽ അതിനെ ആ ടെക്നോളജി എന്ത് വിളിക്കാം? rDNA ടെക്നോളജി. ഇനി rDNA ടെക്നോളജിയുടെ ഡിസ്കവറിയിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഡിസ്കവറി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് DNA ബൈ വാട്സൺ ആൻഡ് ക്രിക്ക്. It was in 1953. Then DNA മുറിക്കാനും അല്ലെങ്കിൽ DNA സെൽ ഡിവിഷൻ സമയത്ത് DNA മുറിയുന്നുണ്ട്, അത് ജോയിൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ടെത്താൻ സാധിച്ചു. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പല എൻസൈംസ് ആണെന്നും കണ്ടെത്താൻ സാധിച്ചു. പക്ഷേ ആ എൻസൈംസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ ഉണ്ടായ കാലതാമസമാണ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിക്കും ഡെവലപ്മെൻറ്റിന് ചെറിയ ഒരു താമസം ഉണ്ടായത്. എന്നാൽ 1967 DNA ലിഗേസ് എൻസൈമിൻ്റെ ഐസൊലേഷൻ സാധിച്ചു. എന്നാൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന ഒരു വിഭാഗം എൻസൈംസ് ഉണ്ടെന്നും ആ എൻസൈംസ് DNA കട്ട് ചെയ്യാൻ സഹായിക്കുന്നവയാണെന്നും മനസ്സിലാക്കി നേരത്തെ. പക്ഷേ അതിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തത് 1970 ഇങ്ങനെ കട്ട് ചെയ്യാനും ജോയിൻ ചെയ്യാനും എൻസൈംസ് ഉപയോഗിക്കാമെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഏതെങ്കിലും ഡിസൈഡ് ജീൻ സെഗ്മെൻറ്റിനെ മുറിച്ചെടുക്കാനും ആ
മുറിച്ചെടുത്ത സെഗ്മെൻറ്റിനെ നമുക്ക് ആവശ്യമുള്ള DNA കൂട്ടിച്ചേർക്കാനും ആദ്യമായി ശ്രമിച്ചത് പോൾ ബെർഗ് എന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം തുടങ്ങി വെച്ചതിന് കൂടെ അല്ലെങ്കിൽ അതിന് തുടർച്ചയായിട്ട് സ്റ്റാൻലി കൊഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ സാൽമണല്ല ടൈഫിമ്യൂറിയത്തിലുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനിനെ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് മുറിച്ച് മാറ്റി സെഗ്മെൻ്റായി മുറിച്ചെടുത്ത് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇല്ലാത്ത ഈ കോളൈ പ്ലാസ്മിഡിൻ്റെ DNA കൂട്ടിച്ചേർത്തു. അപ്പോൾ മുറിച്ചെടുക്കാൻ സാൽമണല്ല ടൈഫിമ്യൂരിയത്തിലെ പ്ലാസ്മിഡിലേക്ക് റെസ്ട്രിക്ഷൻ എൻസൈം അപ്ലൈ ചെയ്യേണ്ടി വന്നു. മുറിച്ചെടുത്തു. DNA കൂട്ടിച്ചേർക്കണമെങ്കിലും നമ്മൾ പറഞ്ഞു വെറുതെ ഒരു DNA ഒരു ഓർഗാനിസത്തിലേക്ക് കൊടുത്താൽ എക്സ്പ്രഷൻ ഉണ്ടാകില്ല. ആ DNA അല്ലെങ്കിൽ ആ ഹോസ്റ്റിൻ്റെ DNA ജീനോമിൻ്റെ ഭാഗമായി മാറണം. അപ്പോൾ അവരെന്താ ചെയ്തത്? സ്റ്റാൻലി കൊഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ എന്താ ചെയ്തത്? അവർ ആ DNA സെഗ്മെൻറ്റിനെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനിനെ ഈ കോളൈ സെല്ലിൻ്റെ പ്ലാസ്മിഡ് ജീനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി അവിടെയും മുറിവുണ്ടാക്കേണ്ടി വന്നു. അതിനും റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചു. റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് മുറിച്ച് അവിടേക്ക് ഫോറിൻ സെഗ്മെൻറ്റ് കൂട്ടിച്ചേർത്തു ബൈ ലിഗേസ് എൻസൈം. ഇങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കിയെടുത്തത്. നോക്കാം, നിങ്ങൾ സുവോളജി പഠിച്ചിട്ടുണ്ടാകും, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. DNA സ്ട്രക്ചർ. DNA എന്ന് പറയുന്നത് 2 ന്യൂക്ലിയോടൈഡുകളാണുള്ളത്. അത് കോയിൽ ചെയ്തിരിക്കുകയാണ് ആസ് എ ഡബിൾ ഹെലിക്സ്. ഒരു ചുറ്റുഗോപിണിയുടെ സ്ട്രക്ചറാണ് DNAക്കുള്ളത്. ഓരോ ന്യൂക്ലിയോടൈഡിലും അതിൻ്റെ റെയിൽസ്, ഹാൻഡ് റെയിൽസ് എന്ന് പറയുന്നത്, ചുറ്റുഗോപിണിയുടെ ഹാൻഡ് റെയിൽസ് എന്ന് പറയുന്നത് ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ട് നിർമ്മിച്ചിരിക്കും. പിന്നെ അതിൻ്റെ പടികൾ എന്ന് പറയുന്നത് എന്താണ്? നൈട്രജൻ ബേസസ് ആണ്. പെയർഡ് നൈട്രജൻ ബേസസ് ആണ്. DNA സംബന്ധിച്ച് അവിടെ വരാവുന്ന നൈട്രജൻ ബേസസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഈ 2 ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ്സും ആൻറ്റി പാരലലാണ്. അതായത് അവയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. 1 സ്ട്രാൻഡ് 5'3' ഡയറക്ഷനിലാണെങ്കിൽ അതർ സ്ട്രാൻഡ് 3'5' ഡയറക്ഷനിലാണ് എന്ന് ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ സ്ട്രാൻഡിൻ്റെയും 5' എൻഡിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും 3' എൻഡിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഉണ്ട്. ഈ 2 സ്ട്രാൻഡിലും ആൻറ്റി പാരലൽ സ്ട്രാൻഡ്സ് ആണ്. അവയിൽ 2ലും ഈ പറഞ്ഞ ഷുഗർ ഫോസ്ഫേറ്റ് ആ രീതിയിൽ ആൻറ്റി പാരലൽ ഡയറക്ഷനിൽ തന്നെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഡയറക്ഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് നിങ്ങൾ സുവോളജിയിൽ പഠിക്കും. ഇവരാണ് വാട്സൺ ആൻഡ് ക്രിക്ക്. ഇവരാണ് DNA സ്ട്രക്ചർ കണ്ടെത്തിയത്. DNA സ്ട്രക്ചർ കണ്ടെത്താൻ അവരെ സഹായിച്ചത് എക്സ്റേ റേഡിയോഗ്രഫിയിൽ എക്സ്പേർട്സ് ആയിരുന്ന വിൽക്കിൻസ് ആൻഡ് റോസലിൻ ഫ്രാങ്ക്ലിനാണ്. ഇതാണ് റോസലിൻ ഫ്രാങ്ക്ലിൻ, വിൽക്കിൻസ്, ക്രിക്ക് ആൻഡ് വാട്സൺ. DNA ഡബിൾ ഹെലിക്സ് കണ്ടെത്തിയവരാണിത്. DNA ഡബിൾ ഹെലിക്സിൻ്റെ സ്ട്രക്ചറാണിത്. ഈ ഡബിൾ ഹെലിക്സിൽ 2 സ്ട്രാൻഡ്സ് ആണുള്ളത്. ഈ 2 സ്ട്രാൻഡും തങ്ങളിൽ കോയിൽ ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ ഓരോ സ്ട്രാൻഡിലും അതിൻ്റെ ഹാൻഡ് റെയിൽ എന്ന് പറയുന്നത്, ഹാൻഡ് റെയിൽസ് ആർ കമ്പോസ്ഡ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ആൻഡ് ദ റങ്സ് ആർ മെയ്ഡ് ബൈ നൈട്രോജനസ് ബേസസ്, പെയർഡ് നൈട്രോജനസ് ബേസസ്. നൈട്രജൻ ബേസസുകൾക്കിടയിൽ ഹൈഡ്രജൻ ബോൺസ് ഉണ്ട്. ഈ ഹൈഡ്രജൻ ബോൺസ് ആണ് ഈ ന്യൂക്ലിയോടൈഡുകളെ ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ ന്യൂക്ലിയോടൈഡിലും സ്ട്രാൻഡിലും ഷുഗറും ഫോസ്ഫേറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഈ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണാണ് ഈ 2 റെയിൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ഷൻ മാത്രം വ്യത്യാസം. ഓക്കെ, നമ്മൾ പറഞ്ഞു DNA മുറിച്ചെടുത്താൽ
മറ്റൊരു DNA കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം ആദ്യം നടത്തിയതാരാണ്? പോൾ ബർഗ്. അദ്ദേഹത്തെയാണ് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ഫാദർ എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റിനെ ജീൻ സ്പ്ലൈസിങ് എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുക. അദ്ദേഹം ഒരു റീകോമ്പിനൻ്റ് DNA ക്രിയേറ്റ് ചെയ്തു, ഒന്നിലധികം DNA കൂട്ടിച്ചേർത്ത് ബൈ കട്ട് ആൻഡ് സ്പ്ലൈസ് മെത്തേഡ്. സോ DNA ടെക്നോളജിക്ക് ഒരു വ്യക്തമായ ഒരു വഴി തുറന്നത് പോൾ ബർഗിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻ്റാണ്. പിന്നീടാണ് അതിന് ചുവട് പിടിച്ചാണ് സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ആർട്ടിഫിഷ്യൽ റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കിയെടുത്തതും അതിനെ ബാക്ടീരിയൽ സെല്ലിനുള്ളിലേക്ക് കടത്തി വിട്ടി അതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കി സക്സസ് ആയത്. ഓക്കെ, ഇങ്ങനെ റീകോമ്പിനൻ്റ് DNA മോളിക്യൂൾസ് എന്ന് പറയുന്നത് മോളിക്കുലാർ കോമ്പിനേഷൻസ് ആണ്, ഡിഫറെൻ്റ് ജീൻ സെഗ്മെൻറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് ആണ്. അവയെ നാച്ചുറലി കമ്പൈൻ ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് അതിനെ ആർട്ടിഫിഷ്യലി കമ്പൈൻ ചെയ്ത് ഒരു പുതിയ ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ DNAയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. നമുക്ക് നോക്കാം. റീകോമ്പിനൻ്റ് DNA in a living organism was first achieved by Herbert Boyer and Stanley Cohen. അവരാണ് എന്ത് ചെയ്തത്? ഈ കോളൈ സെല്ലിന് ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനിൻ്റെ പ്രസൻസ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ കോളൈ സെല്ലിൻ്റെ പ്ലാസ്മിഡിൽ എന്തില്ലായിരുന്നു? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഇല്ലായിരുന്നു. അവിടേക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് നമ്മൾ പറഞ്ഞു കാനമൈസിൻ റെസിസ്റ്റൻറ്റ് ജീനിൻ്റെ സെഗ്മെൻറ്റ് കൂട്ടിച്ചേർക്കാനായിട്ട് ആ DNA എടുത്തത് എവിടെ നിന്നാണ്? അതെ, സാൽമോണല്ല ടൈഫിമ്യൂറിയം എന്ന ബാക്ടീരിയത്തിൽ നിന്നാണ് എടുത്തത്. അതിൻ്റെ പ്ലാസ്മിഡിൽ നിന്ന് സ്യൂട്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്ത് മുറിഞ്ഞ് കിട്ടിയ സെഗ്മെൻറ്റിനെ ഈ കോളൈ സെല്ലിലേക്ക് കൂട്ടിച്ചേർത്തു. അതിനുവേണ്ടി ഈ കോളൈ സെല്ലിൻ്റെ പ്ലാസ്മിഡിനെയും മുറിക്കേണ്ടി വന്നു. അവിടെയും റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചു. സോ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് മുറിച്ച് അതിനെ ലിഗൈസ് എൻസൈം ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് ഈ കോളൈ സെല്ലിന് ഇല്ലാത്ത ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുത്തു. അതായത് കാനമൈസിൻ റെസിസ്റ്റൻസ് എന്ന ക്യാരക്ടർ കൂടി അതിനുണ്ടാക്കിയെടുത്തു. ഇനി എല്ലായ്പ്പോഴും ഓർക്കേണ്ട ഒരു പോയിൻ്റാണ്, എന്താണ് പ്ലാസ്മിഡ് എന്ന്. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, എങ്കിലും പ്ലാസ്മിഡ് എന്താണ്? ചില ബാക്ടീരിയൽ സെൽസിൽ ബാക്ടീരിയൽ ക്രോമസോം കൂടാതെ ഒരു അഡീഷണൽ സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ DNA ഉണ്ടാകാം. ആ DNA ആണ് പ്ലാസ്മിഡ്. ആ DNAക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്ലാസ്മിഡ് DNAക്ക് ഏതൊരു ഓർഗാനിസത്തിൻ്റെ ബോഡിക്കുള്ളിൽ ചെന്നാലും സ്വന്തമായി എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ സ്വന്തമായിട്ട് എക്സ്പ്രഷൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ക്യാരക്ടർ വേണമെന്ന് നമ്മൾ പറഞ്ഞു? ഒരു ജീൻ സെഗ്മെൻ്റ് ഉണ്ട്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന ജീൻ സെഗ്മെൻ്റ് ഉള്ള DNA ആണ് എന്ത്? പ്ലാസ്മിഡ് DNA. ഓക്കെ, സോ നമ്മൾ റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയുടെ ടൂൾസിലേക്ക് കിടക്കുകയാണ്. എൻസൈംസ് ആണ് പ്രധാന ടൂൾ. കാരണം DNA മുറിക്കാനും പിന്നെ കൂട്ടിച്ചേർക്കാനും ഒക്കെ സഹായിക്കുന്ന ആരാണ്? എൻസൈംസ് ആണ്. DNAയുടെ സെഗ്മെൻറ്റ്സിനെ മുറിച്ചെടുക്കാൻ സഹായിക്കുന്ന എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്ന എൻസൈംസ് ആണ് ലിഗേസ് എൻസൈം. ഇനി പോളിമറൈസ് എൻസൈം എന്താണ്? റെപ്ലിക്കേഷന് സഹായിക്കുന്ന എൻസൈമാണ്. DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ സ്ട്രാൻഡ് ഉണ്ടാകാൻ സഹായിക്കുന്ന എൻസൈംസ് ആണ്, അല്ലേ? പുതിയ ന്യൂക്ലിയോറ്റൈഡുകൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് സഹായിക്കുന്ന എൻസൈംസ് ആണ്. ഇനി ആ എൻസൈംസിനെ ഉപയോഗിച്ച് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്തിനെയാണ് കട്ട് ചെയ്യേണ്ടത്? ജീൻ സെഗ്മെൻ്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ജീൻ സെഗ്മെൻറ്റ് ഹാവിങ് ദ ബെസ്റ്റ് ക്യാരക്ടർ, അല്ലേ? അതാണ് ഡിസൈർഡ് ജീൻ സെഗ്മെൻറ്റ്. അപ്പോൾ ഡിസൈർഡ് ജീൻ സെഗ്മെൻറ്റ് എവിടെയാണുള്ളതെന്ന് മനസ്സിലാക്കണം. ആ ജീനിലെ ബേസ് സീക്വൻസുകൾ മനസ്സിലാക്കണം. ആ ബേസ് സീക്വൻസുകൾക്കനുസരിച്ച് റെസ്ട്രിക്ഷൻ എൻസൈം അപ്ലൈ ചെയ്യണം, കട്ട് ചെയ്യണം. മുറിച്ചെടുത്ത സെഗ്മെൻറ്റിനെ കൂട്ടിച്ചേർക്കാൻ ഒരു ഹോസ്റ്റ് വേണം. ഹോസ്റ്റിലേക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ കൊടുക്കാനും ആൾ വേണം, വേണ്ടേ? സോ കൊടുക്കാനായിട്ട് ഇടനിലയ്ക്ക് നിൽക്കുന്ന ആളാണ് വെക്റ്റേഴ്സ്.
വെക്റ്റേഴ്സിനെ ഉപയോഗിച്ച് ആ DNA ഒന്നുകിൽ ഡയറക്റ്റ് ഹോസ്റ്റിലേക്ക് കൊടുക്കുന്നു, അല്ല എങ്കിൽ വെക്റ്റേഴ്സിനെ ഉപയോഗിച്ച് ഹോസ്റ്റിലേക്ക് കൊടുക്കുന്നു. സോ വാട്ട് ആർ ദ ടൂൾസ് ഓഫ് recombinant DNA technology? Enzymes like restriction enzyme, ligase enzyme, then vectors or നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലാസ്മിഡാണ്. പ്ലാസ്മിഡ് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ളവയായതുകൊണ്ട് വെക്റ്റേഴ്സായിട്ട് ഉപയോഗിക്കും. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കും. പിന്നെ ഹോസ്റ്റ് ഓർഗാനിസം വേണം ഈ ഫോറിൻ DNA സ്വീകരിക്കാൻ. ഇങ്ങനെയൊക്കെ സ്വീകരിക്കാൻ DNA സെഗ്മെൻറ്റ് വേണം. ഏത് DNA സെഗ്മെൻറ്റാണ്? ഡിസയേർഡ് ജീൻ സെഗ്മെൻറ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ജീൻ സെഗ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടൂൾസ്. റെസ്ട്രിക്ഷൻ എൻസൈംസ്. റെസ്ട്രിക്ഷൻ എൻസൈംസിന് അതിൻ്റെ ഡിസ്കവറിയും ഐസൊലേഷനും തങ്ങളിൽ ഇച്ചിരി ഒരു 10 വർഷത്തിൻ്റെതോളം ഒരു ഗ്യാപ്പുണ്ടായി. കണ്ടെത്തി ഇങ്ങനെ ചില എൻസൈംസ് ഉണ്ട്, DNA മുറിക്കുകയും പല സ്ഥലങ്ങളിൽ DNA മുറിക്കാൻ കഴിയുന്ന ചില എൻസൈംസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചത് 1970-ലാണ്. സോ ആരൊക്കെയാണ് അതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നോക്കാം. വേർണർ ആബർ, ഹാമിൽട്ടൺ ഒ സ്മിത്ത് ആൻഡ് ഡാനിയൽ നാഥൻസ്. ഇതാണ് ആർബർ, ഇത് നാഥൻസ്, സ്മിത്ത്. ഇവരാണ് റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ഡിസ്കവറിയുടെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇനി എന്താണ് ഒരു റെസ്ട്രിക്ഷൻ എൻസൈം? റെസ്ട്രിക്ഷൻ enzymes are proteins, നിങ്ങൾക്കറിയാം. സോ റെസ്ട്രിക്ഷൻ എൻസൈം ഈസ് ഓൾസോ എ പ്രോട്ടീൻ ദാറ്റ് recognizes a specific nucleotide sequence. DNA-യിലെ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു വ്യക്തമായി ചില സീക്വൻസുകളെ തിരഞ്ഞു പിടിച്ച് ആ സീക്വൻസുകളിൽ മുറിവുണ്ടാക്കാൻ കഴിവുള്ള, അവയിൽ മാത്രം മുറിവുണ്ടാക്കാൻ കഴിവുള്ള പ്രോട്ടീൻസാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. എന്തെന്ന് നോക്കാം. എ റെസ്ട്രിക്ഷൻ എൻസൈം ഈസ് എ പ്രോട്ടീൻ ദാറ്റ് റെക്കഗ്നൈസസ്, തിരിച്ചറിയുന്നു എന്ത്? എ സ്പെസിഫിക് ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. DNA-യിലെ ലോങ് DNA സ്റ്റാൻഡിലെ ഒരു സെഗ്മെൻറ്റ് എവിടെയാണോ തനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് കണ്ടെത്തുന്ന, റെക്കഗ്നൈസ് ചെയ്യുന്ന പ്രോട്ടീനാണ്. ആ കണ്ടെത്തൽ മാത്രമല്ല, ആൻഡ് കട്ട് ദ DNA only at the specific site. കണ്ടെത്തിയ ആ പാർട്ടിൽ മാത്രം മുറിവുണ്ടാക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻസൈം. ആ കണ്ടെത്തിയ ഏത് സ്ഥലമാണോ കണ്ടെത്തിയത് അതിന് ആക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടെത്തിയത് ആ സൈറ്റിനെ വിളിക്കുന്ന പേരാണ് റെസ്ട്രിക്ഷൻ സൈറ്റ് ഓർ ടാർഗറ്റ് സീക്വൻസ്. അവിടെയാണ് മുറിവുണ്ടാക്കേണ്ടത്. മുറിവുണ്ടാക്കി മാറ്റുന്ന അല്ലെങ്കിൽ മുറിച്ച് മാറ്റുന്ന പാർട്ടാണിത് ടാർഗറ്റ് സീക്വൻസ്. ഓക്കെ, സാധാരണ ഈ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പ്രസൻസ് കണ്ടെത്തിയത് ബാക്ടീരിയകളിലാണ്. കാരണം ബാക്ടീരിയയിൽ പലതും, എല്ലായ്പ്പോഴും ബാക്ടീരിയയ്ക്ക് ഒരു ത്രെട്ടാണ് ബാക്ടീരിയോഫേജ് വൈറസുകൾ. നമ്മൾ പഠിച്ചതാണ് വൈറസസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയ ആർ കോൾഡ് ബാക്ടീരിയോഫേജസ്. ഈ ബാക്ടീരിയോഫേജസ് ചില ബാക്ടീരിയകളിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അവയുടെ DNA പ്രോട്ടീൻ ഷീറ്റിനെ പുറത്ത് നിർത്തിയിട്ട് ബാക്ടീരിയ സെല്ലിനുള്ളിലേക്ക് അതിന് DNA കടത്തി വിടുമ്പോൾ ആ DNA ചെറിയ പീസസാക്കി മുറിച്ച് നശിപ്പിച്ച് കളയുന്ന ചില എൻസൈംസ് ചില ഇനം ബാക്ടീരിയകളിലുണ്ടെന്ന് കണ്ടു. അങ്ങനെയുള്ള ബാക്ടീരിയോഫേജിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ബാക്ടീരിയോഫേജിന് യാതൊരു കൺട്രോളും ആ ബാക്ടീരിയൽ സെല്ലിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടെത്തി. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ നോക്കി അത്തരം ബാക്ടീരിയകൾ ഏതൊക്കെയാണ്, വൈറൽ അറ്റാക്കിനെ പ്രതിരോധിക്കുന്ന ഇനം ബാക്ടീരിയകൾ ഏതൊക്കെയാണ്, അവയ്ക്ക് ആ പ്രതിരോധ ശക്തി എങ്ങനെ കിട്ടിയെന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചല്ല, അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് ചില പ്രോട്ടീൻസാണ്, ചില എൻസൈംസാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ആ എൻസൈംസാണ് അകത്തേക്ക് വരുന്ന ഇൻവേഡിങ് ബാക്ടീരിയോഫേജ് DNA മുറിച്ചു മാറ്റി അതിൻ്റെ ബാക്ടീരിയൽ ക്രോമസോമിനോട് ചേരാൻ അനുവദിക്കാതെ നശിപ്പിച്ച് കളയുന്നത് എന്ന് മനസ്സിലാക്കി. ഇതാ നോക്കിക്കേ, ഇതൊരു ബാക്ടീരിയൽ സെല്ലാണ്. ഈ ബാക്ടീരിയൽ സെല്ലിലേക്ക് ബാക്ടീരിയോഫേജ് അറ്റാക്ക് ചെയ്യുകയാണ്.
അതിൻ്റെ DNA അകത്തേക്ക് കടത്തി വിട്ടപ്പോൾ ഈ ബാക്ടീരിയൽ സെല്ലിനൊരു പ്രത്യേക തരം എൻസൈം ഉണ്ടായിരുന്നു. ആ എൻസൈം ചെന്ന് ആ DNA അങ്ങ് ചേർന്ന് മുറിച്ച് ചില പാർട്ട് അങ്ങ് മുറിച്ച് കളഞ്ഞതുകൊണ്ട് എന്ത് സാധിച്ചില്ല? ഈ DNA ഇതിനുള്ളിലേക്ക് കടന്ന് ഈ ബാക്ടീരിയൽ സെല്ലിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ സാധിച്ചില്ല. ബാക്ടീരിയോഫേജിന് ഒരു എഫക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആ എഫക്റ്റ് ഇല്ലായ്മ എന്തുകൊണ്ടായിരുന്നു? റെസിസ്റ്റൻസ് കൊണ്ടായിരുന്നു. ബാക്ടീരിയൽ സെല്ലിൻ്റെ DNA ചില സീക്വൻസിൻ്റെ ഫീച്ചർ കൊണ്ടായിരുന്നു. അതാണ് ആ ഫേജ് റെസിസ്റ്റൻറ്റ് DNA അല്ലെങ്കിൽ എൻസൈം. DNA പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേജ് റെസിസ്റ്റൻറ്റ് DNA സെഗ്മെൻറ്റ്സ് ബാക്ടീരിയയിലുണ്ടെന്നും അവ ഒരു പ്രത്യേകതരം പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നെന്നും ആ പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ എൻസൈമാണെന്നും ആ എൻസൈമാണ് വന്ന ഫേജ് DNA ഉപയോഗശൂന്യമാക്കി മാറ്റിയതെന്നും കണ്ടെത്തി. മറ്റൊരു തരം റെസ്ട്രിക്ഷൻ എൻസൈമും ചില ബാക്ടീരിയകളിൽ കണ്ടു. അതായത് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത് ചില സ്പെസിഫിക് സൈറ്റിലാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു, റെക്കഗ്നിഷൻ സൈറ്റിൽ. അതേ റെക്കഗ്നിഷൻ സീക്വൻസ് ചിലപ്പോൾ ബാക്ടീരിയൽ സെല്ലിൻ്റെ ഈ ബാക്ടീരിയൽ ക്രോമസോമിലും കാണാം. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ കട്ട് ചെയ്യുമെങ്കിൽ ഈ ബാക്ടീരിയോഫേജിൻ്റെ DNAയും സ്വന്തമായിട്ട് മുറിഞ്ഞു പോവില്ലേ? ഇല്ല. മുറിഞ്ഞു പോകാതിരിക്കാൻ, ആ സെഗ്മെൻറ്റ് റെക്കഗ്നൈസ് ചെയ്യാതിരിക്കാൻ തൻ്റെ തന്നെ റെസ്ട്രിക്ഷൻ എൻസൈം ആ DNA അല്ലെങ്കിൽ ആ റെസ്ട്രിക്ഷൻ സൈറ്റ് റെക്കഗ്നൈസ് ചെയ്യാതിരിക്കാൻ അതിനെ മെഥിലേഷൻ നടത്തും. അതാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇതാണ് ആ സെഗ്മെൻറ്റ്. ഏത്? ഈ ഫേജ് DNAയിലുള്ള അതേ സെഗ്മെൻറ്റ്, അതായത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് ആക്ട് ചെയ്യാൻ പറ്റുന്ന സീക്വൻസ്, അതേ ബേസ് സീക്വൻസ് ഉള്ള ഒരു പാർട്ടാണിത്. ഇതാണ് ഇത്രയും. ഈ ബേസ് സീക്വൻസിനെ തിരിച്ചറിയരുത് ഇതിൻ്റെ തന്നെ റെസ്ട്രിക്ഷൻ എൻസൈം. അതിനെന്ത് ചെയ്തിരിക്കുന്നു? ആ സീക്വൻസിനിടയിൽ മീഥൈൽ ഗ്രൂപ്പ്സ് ആഡ് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇനി അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ആർക്ക് സാധിക്കില്ല? റെസ്ട്രിക്ഷൻ എൻസൈമിന് സാധിക്കില്ല. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈമിന് അവിടെ രണ്ട് രീതിയിലാണ് പ്രവർത്തനം. ഒന്ന്, ഫേജ് DNA നശിപ്പിച്ചു കളയുന്നു, സ്വന്തം DNA പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അല്ലേ? സോ എ ബാക്ടീരിയം ഈസ് ഇമ്മ്യൂൺ ടു ഇറ്റ്സ് ഓൺ റെസ്ട്രിക്ഷൻ എൻസൈം. സ്വന്തം റെസ്ട്രിക്ഷൻ എൻസൈമിൽ നിന്ന് അതിന് രക്ഷയുണ്ട്. എങ്ങനെയാണ്? ഈവൻ ഇഫ് ഇറ്റ് ഹാസ് ദ ടാർഗറ്റ് സീക്വൻസ് ഓർഡിനർലി ടാർഗറ്റഡ് ബൈ ദം. അതായത് ബാക്ടീരിയോഫേജിന് സ്വന്തമായിട്ടുള്ള DNA പോലെ തന്നെ റെസ്ട്രിക്ഷൻ എൻസൈമിന് ആക്ട് ചെയ്യാവുന്ന സൈറ്റുകൾ ബാക്ടീരിയൽ ക്രോമസോമിലുണ്ടെങ്കിൽ ആ ബാക്ടീരിയൽ ക്രോമസോമിലെ ആ റെസ്ട്രിക്ഷൻ സൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? This is because the bacterial restriction sites are highly methylated. Methyl groups add ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു, making them unrecognizable to the restriction enzymes. റെസ്ട്രിക്ഷൻ എൻസൈമിന്, സ്വന്തം റെസ്ട്രിക്ഷൻ എൻസൈമിന് അതേ റെസ്ട്രിക്ഷൻ എൻസൈം ആക്ട് ചെയ്യാവുന്ന സൈറ്റ് അതിൻ്റെ ബാക്ടീരിയൽ ക്രോമസോമിലുണ്ടെങ്കിലും അതിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മെഥിലേറ്റ് ചെയ്യുന്നു. മെഥിലേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് എന്താണ്? ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. സ്വന്തം DNA പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഡിഫൻസ് മെക്കാനിസം. ഇനി റെസ്ട്രിക്ഷൻ എൻസൈം അവിടെ സൈറ്റോപ്ലാസിൽ അതിൻ്റെ കിടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ഫോറിൻ DNA, അതായത് ഒരു വൈറൽ DNA ഇൻവേഡ് ചെയ്താൽ അതിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിച്ച് ഉപയോഗശൂന്യമാക്കാൻ, ബാക്ടീരിയയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ ഏകദേശം 900 റെസ്ട്രിക്ഷൻ എൻസൈംസ് ബാക്ടീരിയകളിൽ നിന്ന്, പല ഇനം ബാക്ടീരിയകൾ, 230 സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയകളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇവയെല്ലാം പ്രധാനമായിട്ടും വൈറസിൻ്റെ അറ്റാക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് ബാക്ടീരിയയിൽ കണ്ടെത്തിയത്. ആ ഒരു സ്വഭാവം നമ്മൾ അതിനെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? നമുക്കതിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം DNA മുറിക്കാനുള്ള ആ കഴിവ് നമുക്ക് ആവശ്യമായ രീതിയിൽ DNA മുറിച്ചെടുത്ത് സെഗ്മെൻറ്റ്സിനെ കട്ട് ചെയ്തെടുക്കാൻ ഉപയോഗിക്കാൻ സാധിച്ചു, അല്ലേ? സോ ഇൻ ലൈഫ് ബാക്ടീരിയ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഫങ്ഷൻ ടു ഡിഫെൻഡ് ദ സെൽ എഗൻസ്റ്റ് ഇൻവേഡിങ് വൈറൽ ബാക്ടീരിയോഫേജസ്. നോർമലി അങ്ങനെയാണ്. പക്ഷേ ആ റെസ്ട്രിക്ഷൻ എൻസൈം നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണ്. എന്തിന്? നമ്മൾ ഉദ്ദേശിക്കുന്ന DNA മുറിച്ചെടുക്കാൻ. ഓക്കെ,
സോ എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറഞ്ഞു. റെസ്ട്രിക്ഷൻ എൻസൈംസ് ബിലോങ് ടു എ ലാർജർ ക്ലാസ് ഓഫ് എൻസൈംസ് കോൾഡ് ന്യൂക്ലിയേസസ്. ന്യൂക്ലിയേസസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻസൈം. ഇത് 2 തരമുണ്ട്, എക്സോ ന്യൂക്ലിയേസസ് ആൻഡ് എൻഡോന്യൂക്ലിയേസസ്. എക്സോ എന്ന് പറഞ്ഞാൽ പുറമേ എന്നാണ് അർത്ഥം അല്ലേ. സോ എക്സോ ന്യൂക്ലിയേസസ് എന്ന് പറയുന്നത് DNA-യുടെ എൻഡിൽ നിന്ന് കട്ടുണ്ടാക്കുന്നവയാണ്. DNA-ക്ക് ലോങ് മോളിക്യൂളാണ്, ലോങ് ന്യൂക്ലിയോറ്റൈഡാണ്. ഈ ലോങ് ന്യൂക്ലിയോറ്റൈഡിൻ്റെ എൻസിനോടടുത്ത്, എക്സ്ട്രീം എൻഡിനോടടുത്ത് മുറിവുണ്ടാക്കാൻ പറ്റുന്ന തരം റെസ്ട്രിക്ഷൻ എൻസൈമാണ് റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയേസ്. എന്നാൽ 2 എൻഡിനുമിടയിൽ എവിടെയെങ്കിലും, അതായത് വിത്തിൻ ദ DNA സ്പെസിഫിക് റീജിയനിൽ കട്ടുണ്ടാക്കാൻ പറ്റുന്ന തരം റെസ്ട്രിക്ഷൻ എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. അതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസിനാണ് RDNA ടെക്നോളജിയിൽ കൂടുതൽ പ്രാധാന്യം. വിത്തിൻ ദ DNA കട്ടുണ്ടാക്കാൻ അതാണ് പ്രയോജനപ്പെടുക. In the year 1963, 2 enzymes responsible for restricting the growth of bacteriophage in Escherichia coli were isolated. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീഥൈൽ ഗ്രൂപ്പ്സ് ആഡ് ചെയ്ത് ബാക്ടീരിയൽ DNA പ്രൊട്ടക്റ്റ് ചെയ്യുന്നവയുമാണ്. അതർ വൺ എന്ന് പറയുന്നത് DNA ചില സ്പെസിഫിക് സൈറ്റിൽ മുറിക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുമായിരുന്നു. ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്ത, പലതിനെയും ഡിസ്കവർ ചെയ്തു, പക്ഷേ ആദ്യമായി ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചത് ഹിന്ദ് 2 എന്ന റെസ്ട്രിക്ഷൻ എൻസൈമാണ്. ഫസ്റ്റ് ഐസൊലേറ്റഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഏതെന്ന് ചോദിച്ചാൽ ഓർക്കുക, ഹിന്ദ് 2. ഈ ഹിന്ദ് 2-ൽ ചില DNA-യിലെ ചില സീക്വൻസുകളിൽ മാത്രമേ ഹിന്ദ് 2 ആക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ അവയിൽ മാത്രമേ മുറിവുണ്ടാക്കാൻ ഹിന്ദ് 2-ന് സാധിക്കുന്നുള്ളൂ എന്ന് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി. അതായത് ചില സ്പെസിഫിക് ബേസ് സീക്വൻസുകളിൽ മാത്രമാണ് റെസ്ട്രിക്ഷൻ എൻസൈമിന് ആക്ഷൻ ഉള്ളത്. ആ സ്പെസിഫിക് സീക്വൻസിനെയാണ് റെക്കഗ്നിഷൻ സീക്വൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സീക്വൻസ് എന്ന് വിളിക്കുക. ഹിന്ദ് 2-ന് മുറിവുണ്ടാക്കാൻ പറ്റുന്ന സ്പെസിഫിക് ബേസ് സീക്വൻസിനെ അതിൻ്റെ റെക്കഗ്നിഷൻ സീക്വൻസ് എന്ന് വിളിക്കാം. അതൊരു പർട്ടിക്കുലർ പോയിന്റ് മാത്രമാണ്. 6 ബേസ് പെയർസ് ഉള്ള ഒരു പർട്ടിക്കുലർ ബേസ് സീക്വൻസിൽ മാത്രമാണ് ഹിന്ദ് 2-ന് ആക്ഷൻ ഉള്ളത്. ബാക്കി ഒരിടത്തും മുറിവുണ്ടാക്കാൻ അതിന് സാധിക്കില്ല. ഇനി എങ്ങനെയാണ് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് നെയിം കൊടുക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ഹിന്ദ് 2 എന്തെന്ന് പറഞ്ഞു, അതിനെപ്പറ്റി നമുക്ക് പറയാം. ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് പേര് കൊടുക്കുന്നത് ആ എൻസൈം എവിടെ നിന്നാണോ കണ്ടെത്തിയത്, ഏത് തരം ബാക്ടീരിയയിൽ നിന്നാണോ കണ്ടെത്തിയത്, ആ ബാക്ടീരിയത്തിൻ്റെ അതിൻ്റെ സയൻറ്റിഫിക് നെയിമിൻ്റെ, അതായത് ജനറിക് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് ആ എൻസൈമിൻ്റെയും ഫസ്റ്റ് ലെറ്റർ. സെക്കൻഡ് 2 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഷീസ് നെയിമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിനോടൊപ്പം വരുന്ന ഒരു ആൽഫബറ്റ് എന്ന് പറയുന്നത് A to Z ഏതെങ്കിലും ഒരു ആൽഫബറ്റ് വരും. അത് ആ ബാക്ടീരിയയുടെ പർട്ടിക്കുലർ സ്ട്രെയിൻ ഏതെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി അതുപോലെ ഇതിനോടൊപ്പം ഒരു റോമൻ നമ്പർ കാണാം. ആ റോമൻ നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ബാക്ടീരിയത്തിൽ നിന്ന് എത്രാമതായി കണ്ടെത്തിയ എൻസൈമാണ്. 1-ാമതാണെങ്കിൽ 1 എന്ന് എഴുതും, 5-ാമതാണെങ്കിൽ 5 എന്ന് എഴുതും. ഓക്കെ, സോ നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ് EcoR1. It was isolated from E. coli strain of RY13. അതായത് E represents എസ്ചെരീഷ്യയുടെ E ആണ്. E. CO സെക്കൻഡ് 2 ലെറ്റേഴ്സ് എന്താണ്, സ്പീഷീസ് നെയിമിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നു. കോളൈ എന്നുള്ളതിൻ്റെ CO. ദെൻ R represents the strain of bacterium. ഈ കോളയുടെ R സ്ട്രെയിനാണ് അവിടെ നമ്മൾ പറഞ്ഞത്. ഇനി 1 എന്ന് പറയുന്നത് ദ റോമൻ ന്യൂമറൽ represents the rank of discovery എന്ന് പറഞ്ഞാൽ അർത്ഥം എസ്ചെരീഷ്യ കോളയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത, എസ്ചെരീഷ്യ കോളൈ RY13 എന്ന സ്ട്രെയിനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈമാണ് EcoR1 എന്നർത്ഥം. ഓക്കെ,
അതുപോലെ BAMH1 എന്ന് പറയുന്നത് ബാസില്ലസ് അമൈലോ ലിക്വിഫാസിയൻസ് എന്ന ബാക്ടീരിയത്തിൽ നിന്നാണ് ഐസൊലേറ്റ് ചെയ്തത്. B4 ബാസില്ലസ്, AM4 അമൈലോ ലിക്വിഫാസിയൻസ്, H എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ദ സ്ട്രെയിൻ ആൻഡ് 1 BAMH1 എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബാസിലസ് അമൈലോ ലിക്വിഫാസിയൻസിൽ നിന്ന് അതിൽ H സ്ട്രെയിനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത ഫസ്റ്റ് എൻസൈം എന്നർത്ഥം. ഇനി SAU3A സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന ബാക്ടീരിയത്തിൻ്റെ 3A എന്ന സ്ട്രെയിനിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻസൈം എന്നർത്ഥം. ഇങ്ങനെ പേര് പോകുന്നു. ഓക്കെ, അപ്പോൾ പേര് കൊടുക്കുന്ന രീതി മനസ്സിലായല്ലോ. ഇനി റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ആക്ഷൻ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. റെസ്ട്രിക്ഷൻ എൻസൈം സാധാരണഗതിയിൽ 2 വിധത്തിലാണ് ആക്ട് ചെയ്യുക. ഒന്ന്, ഒരു DNA സ്റ്റാൻഡിൽ DNA എന്ന് പറയുന്നത് ഡബിൾ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ 2 ന്യൂക്ലിയോടൈഡുകളുണ്ട്. ആ 2 ന്യൂക്ലിയോടൈഡുകൾ ഹൈഡ്രജൻ ബോണ്ട് വഴി ലിങ്ക് ചെയ്തിരിക്കുന്നു പെയർഡ് നൈട്രജൻ ബേസസിനിടയിൽ, അല്ലേ? സോ ഈ നൈട്രജൻ ബേസസിനിടയിലുള്ള ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് ശരിക്കും പറഞ്ഞാൽ ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നത്. അതും ഡിസോൾവ് ചെയ്യുന്നുണ്ട്, പിന്നെ DNA-യിലും മുറിവുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു തരം റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്നത് 2 DNA-യുടെയും സ്റ്റാൻഡിൽ 2 DNA സ്റ്റാൻഡിലും ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണ് കട്ടുണ്ടാകുക. എന്ന് പറഞ്ഞാൽ ഒരു DNA സ്റ്റാൻഡിൽ കട്ടുണ്ടാകുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, അല്ലെങ്കിൽ DNA-യുടെ അതർ സ്റ്റാൻഡിൽ കട്ടുണ്ടാകുന്നത് അതിന് നേർക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ക്ലിയർ ഈവൻ കട്ടാണ് ഉണ്ടാകുക. 2 ആ കട്ട് ചെയ്ത് മാറ്റുന്ന പോർഷൻ എങ്ങനെയിരിക്കും? ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് പോലെ, അല്ലേ? സോ സച്ച് എ കട്ട് ഇസ് കോൾഡ് ബ്ലണ്ട് എൻഡ് ഓർ ഫ്ലഷ് എൻഡ്സ് ഓർ ഈവൻ കട്ട്. എന്നാൽ കൂടുതലും കോമൺ ആയിട്ടുള്ളത് റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്നത് വേറൊരു രീതിയാണ്. ഒരു പർട്ടിക്കുലർ സീക്വൻസിലാണ് കട്ട് ചെയ്യുക. ആ പർട്ടിക്കുലർ സീക്വൻസിൽ എക്സ്ട്രീം എൻഡിലല്ല കട്ട് ചെയ്യുക. പർട്ടിക്കുലർ സീക്വൻസ് എന്ന് പറയുന്നതിൻ്റെ എക്സ്ട്രീം എൻഡിൽ കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എക്സ്ട്രീം എൻഡിൽ കട്ട് ചെയ്യുന്നില്ല, കുറച്ചുകൂടി സെൻറ്ററിനോടടുത്തേക്ക് കട്ട് മാറി നിൽക്കും. ആ കാരണത്താൽ ഓരോ DNA സ്റ്റാൻഡിലും കട്ടുണ്ടായി കഴിയുമ്പോൾ ഓരോ ഓവർ ഹാങ്ങിങ് സ്ട്രെച്ച് ഉണ്ടായിരിക്കും. DNA-യുടെ അൺപെയർഡ് ബേസിസ് ഉള്ള ഒരു ഓവർ ഹാങ്ങിങ് സ്ട്രെച്ച് ഉണ്ടായിരിക്കും. ഈ 2 രീതിയിലും കട്ടുണ്ടാകുമ്പോൾ, അതായത് ബ്ലണ്ട് എൻഡ് ഉണ്ടാകുമ്പോഴും, നമ്മളിപ്പോൾ രണ്ടാമത് പറഞ്ഞത് സ്റ്റാഗേർഡ് കട്ട് അല്ലെങ്കിൽ കൊഹസീവ് കട്ട് അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ്സ് എന്നാണ് പറയുക. ആ സ്റ്റിക്കി എന്ന് പറയാനുള്ള കാരണം അൺപെയർഡ് നൈട്രജൻ ബേസിസ് ഉള്ള രീതിയിൽ DNA കട്ട് ചെയ്യപ്പെടുമ്പോൾ പെയർ ചെയ്യാനുള്ള ഒരു ഈഗർനെസ് ഉണ്ട്. സോ ലിഗേസിൻ്റെ ആക്ടിവിറ്റി കൂടുതൽ ഫാസ്റ്റായിട്ട് കണ്ടെത്തിയത് ഈ രണ്ടാമത് തരം കട്ടുണ്ടാകുന്നിടത്താണ്. 2 കേസിലും ആദ്യം പറഞ്ഞ ബ്ലണ്ട് എൻഡ് ഉള്ളവയിലും ലിഗേസ് ആക്റ്റീവ് ചെയ്യും, എന്നാൽ കൂടുതൽ ഫാസ്റ്റായിട്ട് ലിഗേസിൻ്റെ ആക്ഷൻ ഉണ്ടാകുന്നത് സ്റ്റാഗേർഡ് അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ്സ് ഉള്ള കണ്ടീഷനിലാണ്. നമുക്ക് നോക്കാം. റെസ്ട്രിക്ഷൻ എൻസൈം സാധാരണഗതിയിൽ ചെയ്യുന്നത് ഈ DNA-യുടെ എൻറ്റയർ ലെങ്ത്തിൽ പരതി അതിൽ ഏത് ഭാഗത്താണോ അതിന് ആക്ഷൻ ഉള്ളത്, അതിൻ്റെ സ്പെസിഫിക് സീക്വൻസ് എവിടെയാണോ ഉള്ളത്, ആ സീക്വൻസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ബൈ ഇൻസ്പെക്റ്റിംഗ് ദ ലെങ്ത് ഓഫ് ദ DNA സീക്വൻസ്. അങ്ങനെ കണ്ടെത്തി റെക്കഗ്നൈസ് ചെയ്യുന്നു, സ്പെസിഫിക് റെക്കഗ്നേഷൻ സീക്വൻസ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിനോട് ബൈൻഡ് ചെയ്തിട്ട് അവിടെ മുറിവുണ്ടാക്കുന്നു. DNA-യെ 2 പീസസ് ആക്കി മുറിക്കുന്നു. മനസ്സിലായല്ലോ? ശരിക്കും പറഞ്ഞാൽ മുറിവുണ്ടാക്കുന്നത് 2 ഹാൻഡ് റെയിൽസ് എന്ന് പറഞ്ഞില്ലേ, ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിലാണ്. അത് ബ്ലണ്ട് കട്ടോ സ്റ്റാഗേർഡ് കട്ടോ ആകാം. എന്തായാലും ശരി, ചെയ്യുന്ന ഇതാണ്. ഫുൾ ലെങ്ത് ഓഫ് DNA-യിൽ പരതി തനിക്ക് ആക്ട് ചെയ്യാവുന്ന സ്ഥലം കണ്ടെത്തി അവിടെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിൽ മുറിവുണ്ടാക്കുന്നു. ഇനി DNA-യിലെ
അങ്ങനെ കണ്ടെത്തുന്ന റെസ്ട്രിക്ഷൻ എൻസൈം കണ്ടെത്തുന്ന സൈറ്റുകൾക്ക് ചില പ്രത്യേകതകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ സൈറ്റിൽ ആ മുറിഞ്ഞു മാറുന്ന സീക്വൻസുകൾ നോക്കിയപ്പോൾ 2 സ്ട്രാൻഡിലും ഡയറക്ഷൻ, വായിക്കപ്പെടുന്ന ഡയറക്ഷൻ സെയിം ആണെങ്കിൽ അവിടുത്തെ നൈട്രജൻ ബേസസ് ഒരുപോലെയാണെന്ന് കണ്ടെത്തി. അതായത് ഒരേപോലെ വായിക്കപ്പെടുന്ന ബേസ് സീക്വൻസുകളാണ് 2 സ്ട്രാൻഡിലുമുള്ളതെന്ന് മനസ്സിലാക്കി. ആ സീക്വൻസിനെ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് വിളിച്ചു. ഇനി എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് നോക്കാം. is a sequence of base pairs that read same on the 2 strands when the orientation of reading is kept the same. അതായത് മുറിവുണ്ടായ സെഗ്മെൻറ്റിൽ 5' എൻഡിൽ നിന്ന് 3' എൻഡിലേക്ക് എങ്ങനെ വായിക്കപ്പെടുന്നു, ബേസ് സീക്വൻസുകൾ എങ്ങനെ വായിക്കപ്പെടുന്നു. അതർ സ്റ്റാൻഡിൽ ബേസ് സീക്വൻസ് അതിൻ്റെ ആൻറ്റി പാരലൽ സീക്വൻസ് ആണല്ലോ. ആൻറ്റി പാരലൽ സീക്വൻസ് ആയിരിക്കുമ്പോൾ അതിൻ്റെ 5' 3' ഡയറക്ഷനിൽ, അതായത് ആദ്യം വായിച്ചത് 5' 3' ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ പറയുകയാണ് അതർ സ്റ്റാൻഡിൻ്റെയും അതേ ഡയറക്ഷനിൽ അതേ ബേസ് സീക്വൻസുകൾ തന്നെയായിരിക്കും. അത്തരം ബേസ് സീക്വൻസുകളെ 2 സൈഡിൽ നിന്നും വായിച്ചാൽ ഒരുപോലെ വായിക്കപ്പെടുന്ന വാക്കുകളെ പാലിൻഡ്രോംസ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് മലയാളം, അല്ലേ? മലയാളം എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഒരുപോലെയാണ് വായിക്കപ്പെടുന്നത്. അത്തരം വാക്കുകളെയാണ് പാലിൻഡ്രോംസ് എന്ന് പറയുന്നത്. ഇവിടെ സീക്വൻസ് ആണ്, DNA സീക്വൻസ് ആണ്. 2 DNA സ്റ്റാൻഡിലുമുള്ള ബേസ് സീക്വൻസുകൾ ഒരുപോലെ വരിക. അത് രണ്ടിലെയും സീക്വൻസുകൾ എങ്ങനെ വായിക്കണം? ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ വായിക്കണം. ഒന്നുകിൽ 5' 3' ഡയറക്ഷനിൽ വായിക്കണം 2ലും, അല്ലെങ്കിൽ അതർ ഡയറക്ഷനിൽ വായിക്കണം 2ലും. ഓക്കെ, സോ സച്ച് എ സീക്വൻസ് ഇസ് കോൾഡ് പാലിൻഡ്രോമിക് സീക്വൻസ് ഓർ ഇൻവേർട്ടഡ് റിവേഴ്സ് സീക്വൻസ്. ഇനി എന്താണ് ഈ പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. എ DNA locus whose 5' to 3' sequence is identical on each DNA strand. കാരണം നോക്കിയാൽ ഇവിടെ ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെ 5' 3' ഡയറക്ഷനിൽ എങ്ങനെയാണ് വായിക്കപ്പെടുന്നത്? TT AG CA CG TG CT AA. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡിലോ? ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ ഇവിടെ നിന്നാണോ വായിക്കേണ്ടത്? അല്ല, എവിടെയാണ്? നമ്മൾ ഈ ഡയറക്ഷനിലാണ് വായിച്ചത്. അതുകൊണ്ട് 5' 3' ഡയറക്ഷനിൽ എങ്ങനെ വായിക്കണം നോക്കിയേ. ഇവിടെ എന്തായിരുന്നു? TT AG CAC TT AG CAC. സോ ഒരുപോലെ വായിക്കപ്പെടുന്ന ബേസ് സീക്വൻസുകളാണ് 2 സ്റ്റാൻഡിലും സെയിം ഡയറക്ഷൻ വായിക്കുകയാണെങ്കിൽ, അല്ലേ? അതിൽ ഒരുപോലെ വായിക്കപ്പെടുന്ന സീക്വൻസുകളായിരിക്കും എവിടെയുള്ളത്? ഈ റെസ്ട്രിക്ഷൻ എൻസൈം ആക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉള്ളത്. മിക്കവാറും റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ എല്ലാം റെക്കഗ്നിഷൻ സീക്വൻസ് എന്ന് പറയുന്നത് പാലിൻഡ്രോമിക് ബേസ് സീക്വൻസുകളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റിക്കി എൻഡ് ക്രിയേറ്റ് ചെയ്താൽ ആ സ്റ്റിക്കി എൻഡിലേക്ക് കൂടുതൽ ഫാസ്റ്റായിട്ട് ലിഗേസ് ആക്ടിവിറ്റി ഉള്ളതായിട്ടാണ് കണ്ടത്. ബ്ലണ്ട് എൻഡ് ഉണ്ടാകുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് സ്റ്റിക്കി എൻഡ്സ് ഉള്ള കേസിൽ DNA ഫ്യൂസ് ചെയ്യാൻ പെട്ടെന്ന് ഈഗറായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് സാധിക്കുന്നു ലിഗേസിൻ്റെ ആക്ഷൻ എന്ന് മനസ്സിലാക്കി. സോ നമ്മളവിടെ അതിനിടയ്ക്കൊരു എൻസൈമാണ് പറഞ്ഞത്, ലിഗേസ്. വാട്ട് ഈസ് ലിഗേസ്? ഇറ്റ് ഈസ് കോൾഡ് ബയോളജിക്കൽ ഗ്ലൂ. കട്ട് ചെയ്യാൻ ഉപയോഗിച്ചത് റെസ്ട്രിക്ഷൻ എൻസൈമാണ്. അവയെ വിളിക്കുന്നത് മോളിക്യുലാർ സിസേഴ്സ് ഓർ ബയോളജിക്കൽ സിസേഴ്സ് എന്നാണ്. ഇനി ഒരു DNA ഫ്രാഗ്മെൻറ്റ് കട്ട് ചെയ്ത് ആ DNA ഫ്രാഗ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഒന്നിലധികം DNA ഫ്രാഗ്മെൻറ്റ്സിനെ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു വെക്കുന്നു ബൈ ലിഗേസ്. അവിടെ സംഭവിക്കുന്നത് ആ സെഗ്മെൻറ്റ്സിനിടയിൽ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്സ് ഉണ്ടാകുന്നു. ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാറ്റ് കണക്ട് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്, അല്ലേ? ആ ബാക്ക് ബോണിനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഏതുകൊണ്ടാണ്? ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട്സ് ആണ്. സോ to complete the sugar phosphate backbone of the newly transgenic DNA. റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ പേരാണ് മോളിക്കുലാർ ഓർ ബയോളജിക്കൽ സിസേഴ്സ്. ലിഗേസ് എൻസൈമിൻ്റെ പേരാണ് ബയോളജിക്കൽ ഗ്ലൂ. നോക്കിയേ, റെസ്ട്രിക്ഷൻ എൻസൈം
ബേസ് സീക്വൻസ് ആണ്. ഇവിടെ കളറ് ഒരുപോലെ കാണിച്ചിരിക്കുന്നത് ആ പാലിൻഡ്രോമിക് സീക്വൻസ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ്. സോ ഈ പാലിൻഡ്രോമിക് സീക്വൻസിൽ മുറിവുണ്ടാകുന്ന 2 രീതികൾ നമ്മൾ പറഞ്ഞു. അതാണ്ട് ഇതുപോലെ ബ്ലണ്ട് എൻഡായിട്ട് കട്ടുണ്ടാകാം. അതായത് ഒരു DNA സ്റ്റാൻഡിൽ ഇവിടെയാണ് കട്ടുണ്ടായതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ കട്ടുണ്ടാകുന്ന രീതിയാണ് ബ്ലണ്ട് എൻഡ്സ്. എന്നാൽ സ്റ്റാഗേർഡ് എൻഡ് അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ് എന്ന് പറയുന്നത് ഇതാണ് ആ ബേസ് സീക്വൻസ് എങ്കിലും ആ ബേസ് സീക്വൻസിനിടയിൽ സെൻറ്ററിനോടടുത്താണ് കട്ടുണ്ടാകുന്നത്. ആ കാരണത്താൽ ഓരോ സ്റ്റാൻഡിലും ഇങ്ങനെ അൺപെയർഡ് നൈട്രജൻ ബേസിസിൻ്റെ ഒരു ഓവർ ഹാങ്ങിങ് സ്ട്രെച്ച് ഉണ്ടായിരിക്കും. ഈ അൺപെയർഡ് നൈട്രജൻ ബേസിസിൻ്റെ ഓവർ ഹാങ്ങിങ് സ്ട്രെച്ച് പെയർ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ കാണിക്കും. അങ്ങനെയുള്ള കേസിലാണ് ലിഗേസ് എൻസൈമിന് കൂടുതൽ ഫാസ്റ്റായിട്ട് ആക്ഷനുള്ളതെന്ന് പറയപ്പെടുന്നു. സോ അങ്ങനെ ഒരു DNA, ഇതൊരു പ്ലാസ്മിഡ് DNA ആണ്. ഈ പ്ലാസ്മിഡ് DNA കട്ട് ചെയ്ത DNAയിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഒരു ഫോറിൻ DNAയിൽ നിന്ന് ഒരു സെഗ്മെൻറ്റ് മുറിച്ചെടുത്തു. ആ മുറിച്ചെടുത്ത സെഗ്മെൻറ്റിനെ ഈ പ്ലാസ്മിഡ് DNAയിലേക്ക് കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി എന്തുപയോഗിച്ചു? ലിഗേസ് എൻസൈം. കട്ട് ചെയ്യാൻ ഇവിടെയും ഒരു എൻസൈം ഉപയോഗിച്ചു, ഇവിടെയും ഒരു എൻസൈം ഉപയോഗിച്ചു. മിക്കവാറും സീക്വൻസ് ഒന്ന് തന്നെ ആകണം, എങ്കിലല്ലേ ഇവിടെ ആപ്റ്റായിട്ട് ഇതിനെ ചേർത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായിരിക്കും? പ്ലാസ്മിഡിൻ്റെ DNA മുറിക്കാനും ഡിസൈഡ് ജീൻ സെഗ്മെൻറ്റ് മുറിക്കാനും ഉപയോഗിച്ചത് ഒരേ റെസ്ട്രിക്ഷൻ എൻസൈം ആയിരിക്കും, അല്ലേ? സോ ഒരേ റെസ്ട്രിക്ഷൻ എൻസൈമിന് ആക്ഷനുള്ള സ്ഥലങ്ങളെ മുറിക്കപ്പെടുകയുള്ളൂ. അത് മാത്രമേ കൂട്ടിച്ചേർക്കാനും സാധിക്കുകയുള്ളൂ. സോ അങ്ങനെയുള്ള ബേസ് സീക്വൻസുകൾ കൂട്ടിച്ചേർത്തു, ലിഗേസ് എൻസൈം അപ്ലൈ ചെയ്തു, അങ്ങനെ അതിനെ ഗ്ലൂ ചേർത്ത് ഒട്ടിച്ചെടുത്ത് ക്രിയേറ്റ് ചെയ്തതാണ് എന്ത്? റീകോമ്പിനൻറ്റ് DNA. മനസ്സിലായല്ലോ? നോക്കിയേ, നമ്മൾ പറഞ്ഞ സ്റ്റാഗേർഡ് കട്ടാണ് ഇവിടെ ബ്ലണ്ട് എൻഡ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബ്ലണ്ട് എൻഡ് അത് ഫ്യൂസ് ചെയ്യും. ഇതുപോലെ 2 ഡിഫറെൻറ്റ് DNA സെഗ്മെൻറ്റ്സ് കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്റ്റാഗേർഡ് എൻഡ് ഉണ്ടാകാം. DNA ലിഗേസ് എന്ന് പറയുന്നത് ഫോറിൻ DNA അല്ലെങ്കിൽ ഹോസ്റ്റ് DNA ഒന്നും തിരിച്ചറിയാനുള്ള കഴിവൊന്നുമില്ല. ഒരു കൈമറിക് DNA അല്ലെങ്കിൽ ഒരു റീകോമ്പിനൻറ്റ് DNA ഉണ്ടാക്കിയെടുക്കാൻ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നുള്ള DNA ആണോ അവ എന്നൊന്നും ലിഗേസ് എൻസൈം നോക്കില്ല. ചെറിയ കണക്ട് ചെയ്യാവുന്ന സെഗ്മെൻറ്റ്സിനെ തങ്ങളിൽ കണക്ട് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. ന്യൂക്ലിയേറ്റൈഡുകളെ കണക്ട് ചെയ്യാവുന്നൊരു ജോലി മാത്രമേ DNA ലിഗേസ് ചെയ്യുന്നുള്ളൂ. ഇനി ഓരോ എൻസൈമിനും കട്ട് ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് സീക്വൻസുകളുണ്ട് എന്ന് പറഞ്ഞല്ലോ. BAM-H1ൻ്റെ സ്പെസിഫിക് സീക്വൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, GGATCC. അതിൻ്റെ അതർ സ്റ്റാൻഡ് നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് 5'3' ഡയറക്ഷനിൽ വായിക്കുന്നത് ഇവിടെയും ഒരുപോലെയാണ്. സോ ദേ ആർ പാലിൻഡ്രോമിക് സീക്വൻസസ്. ഈ പാലിൻഡ്രോമിക് സീക്വൻസുകളിലാണ് കട്ടുണ്ടാക്കുക. അതാണ് മുറിച്ച് മാറ്റാൻ ശ്രമിക്കുന്നത്, അല്ലേ? സോ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ഈ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ സൈറ്റിലാണ് അത് ആക്ട് ചെയ്യുക. ഇനി ഒരു DNAയിൽ ഒന്നിലധികം സൈറ്റുകൾ അങ്ങനെ ഉണ്ടാകാം. ഒരേ എൻസൈമിന് പറ്റുന്ന ഒന്നിലധികം സൈറ്റ്സുകൾ ഉണ്ടാകുകയാണെങ്കിൽ ആ DNA പല പീസസായിട്ട് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സോ ഒരു നേരത്തെ പറഞ്ഞ പോലെ ബാക്ടീരിയയിൽ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ മെഥിലേഷൻ നടത്തി ചിലപ്പോൾ DNA പ്രൊട്ടക്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആക്ട് ചെയ്യപ്പെടാം. Number of cuts in an organism's DNA made by particular restriction enzyme is determined by the number of restriction sites specific to that enzyme in that organism's DNA. ആ മുറിച്ചെടുത്ത ഫ്രാഗ്മെൻറ്റിനെയാണ് റെസ്ട്രിക്ഷൻ ഫ്രാഗ്മെൻറ്റ് എന്ന് വിളിക്കുക. ലിഗേഷൻ എന്താണ്? ലിഗേഷൻ ഈസ് ദ ജോയിനിങ് ഓഫ് 2 DNA fragments through the action of ligase enzyme. അവിടെ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനെ കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. DNA ലിഗേസിൻ്റെ ആക്ഷൻ അതാണ്. ഒരു DNA സ്റ്റാൻഡിലെ ബാക്ക് ബോൺസ് ആണ് ഈ ഹാൻഡ് റെയിൽസ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായ ചെറിയ ഒരു വിടവ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് വഴി കണക്ട് ചെയ്യുകയാണ് ലിഗേസ് എൻസൈം ചെയ്യുന്നത്. തൽക്കാലം
ഇത്രയും മതി. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു.